അപ്പോൾ നമുക്ക് ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് KSEB ഓൺലൈൻ എന്നുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് തുറക്കണം. അപ്പോൾ നമ്മൾ അത് ഓപ്പൺ ചെയ്ത ശേഷം KSEB ബെറ്റ് സർവീസ് സെൽഫ് സർവീസ് എന്നുള്ള ഫസ്റ്റത്തെ ലിങ്ക് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇന്റർഫേസ് തുറന്നു വരും. അപ്പോൾ അത് താഴെ നമ്മൾ ക്ലോസ് എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ചോദിക്കും. ഇവിടെ എങ്ങനെ കാണിക്കാം, ക്വിക്ക് സർവീസ്, അതുപോലെ ഓൺലൈൻ സർവീസ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ സർവീസിനാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്ത ശേഷം ഈ സൈഡിൽ കാണിക്കുന്ന കുറേ കാര്യങ്ങൾ കണ്ടില്ലേ, ലോഡ് ചേഞ്ച്, താരിഫ് ചേഞ്ച്, മീറ്റർ ഷിഫ്റ്റിംഗ്, അങ്ങനെ ഓണർഷിപ്പ് ചേഞ്ച്. അപ്പോൾ നമുക്ക് എന്താണ് ആവശ്യം, അപ്പോൾ നമുക്ക് ലോഡ് ചേഞ്ച്, നമുക്ക് ആദ്യം ലോഡ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. ഇപ്പോൾ ലോഡ് ചേഞ്ചിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാണുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെ വേണമെന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണിക്കാം. ഇവിടെ നമുക്ക് വായിച്ചു നോക്കി അറിയാൻ പറ്റും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത്. പിന്നെ നമ്മളത് അപ്ലൈ നൗ കൊടുത്തു. അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുതിയ യൂസർ ആണല്ലോ, ആൾറെഡി നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയ യൂസർ നെയിം നമ്മൾ സെലക്ട് ചെയ്യണം. ആദ്യം നമ്മൾ ഉണ്ടാക്കണം, പുതിയൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഒരു ഇത് തുറന്നു വരും. അപ്പോൾ ഇവിടെ കൺസ്യൂമർ നമ്പറിൻ്റെ ഇവിടെ ഫുൾ നമ്പർ അടിക്കണം. നമ്മളെ ഫുൾ 16 നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കറണ്ട് ബില്ല് എടുക്കണം കേട്ടോ. ആൾറെഡി നമുക്ക് KSEB കിട്ടുന്ന കുറച്ച് നീളമുള്ള പേപ്പറില്ലേ, കറണ്ട് ബില്ല് നമ്മൾ എടുത്ത് കൈവയ്ക്കണം. അതിൽ ബിൽ നമ്പറിൽ ലാസ്റ്റ് ഒരു 5 അക്ക നമ്പർ നമ്മൾ ഇതിൽ എൻ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ ബില്ല് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് എൻ്റർ ചെയ്തിട്ട് പാസ്വേഡ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസർ ID കൊടുക്കാനുള്ള ഒരു ഭാഗം തുറന്നു വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള യൂസർ ID കൊടുക്കാം. അപ്പോൾ നമുക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ കൺസ്യൂമറിൻ്റെ പേര് തന്നെ നമുക്ക് യൂസർ ID ആയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ പേര് നമ്മൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർമ്മ വയ്ക്കണം. അപ്പോൾ നമ്മൾ സ്മോൾ ലെറ്ററിൽ തന്നെ ഇവിടെ പേര് സെലക്ട് ചെയ്തു. എന്നിട്ട് അവരുടെ ജനന വർഷം നമ്മളൊന്ന് കൊടുക്കേണ്ടതുണ്ട്. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ക്യാരക്ടർ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അറ്റ് നമ്മൾ ചൂസ് ചെയ്ത് അങ്ങനെ അറ്റ് കൊടുത്തു. അപ്പോൾ നമ്മളൊരു പേര്, അവരുടെ വർഷം, അതുപോലെ അറ്റ് കൊടുത്തു. പാസ്വേഡ് വന്നിട്ട് നമുക്ക് മൊബൈൽ നമ്പർ തന്നെ കൊടുത്താൽ മതി, അതാകുമ്പോൾ മറക്കില്ല. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പറും അതേപോലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും കൂടി വേണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അറ്റ് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. കാരണം നമ്മൾ ഈ യൂസർ IDയിൽ അറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് മൊബൈൽ നമ്പർ അടിച്ചിട്ട് ഇതിലും നമ്മൾ അറ്റ് കൊടുക്കാം. പാസ്വേഡ് രണ്ടും അങ്ങനെ തന്നെ കൊടുക്കണം. കാരണം ആദ്യത്തെ ഒരു പാസ്വേഡ് പിന്നെ കൺഫേം പാസ്വേഡ് നമ്മൾ മാറാതെ തന്നെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ മൊബൈൽ നമ്പർ തന്നെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ നമുക്ക് ഓർമ്മ കിട്ടും. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. അതുകൊണ്ട് എല്ലാവരുടെയും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് അടുത്ത ഇത് വന്നിട്ട് നമുക്ക് ടൈറ്റിൽ കൊടുക്കണം. ഇതിലൊരു ടൈറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ കാണിക്കും, മിസ്റ്റർ, മിസ്സസ് അങ്ങനെ പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മൾ ഇത് ഗേളായതുകൊണ്ട് നമുക്ക് മിസ്സസ് കൊടുക്കാം. അപ്പോൾ അതിൽ നെയിം വന്നിട്ട് നമുക്ക് കൺസ്യൂമറിൻ്റെ നെയിം കൊടുക്കണം. അപ്പോൾ ഫുൾ നെയിം കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കൊടുത്ത ശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഇമെയിൽ ID കൊടുക്കാനുള്ള ഭാഗം വരും. അപ്പോൾ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ടുള്ള ഇമെയിൽ ID തന്നെ കൊടുക്കണം. ഇമെയിൽ ID ഇല്ലെങ്കിൽ പുതിയൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇമെയിൽ ID കൊടുത്തു. പിന്നെ അടുത്തത് കൊടുക്കാനുള്ളത് മൊബൈൽ നമ്പറാണ്. അപ്പോൾ നമ്മൾ ആൾറെഡി ഇവിടെ മൊബൈൽ നമ്പർ കൺസ്യൂമറിൻ്റെ മാറാതെ തന്നെ കൊടുക്കണം. ഈ മൊബൈൽ നമ്പർ എല്ലാം ആണെങ്കിൽ എല്ലാ OTPകളും അതേപോലെ നമുക്ക് വേണ്ടിയ എല്ലാ കാര്യങ്ങളും ഇതിലാണ് മെസ്സേജൊക്കെ വരിക. അപ്പോൾ അത് മാറാതെ തന്നെ കൺസ്യൂമറിൻ്റെ തന്നെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതേപോലെ വെരിഫിക്കേഷൻ കോഡ് നമ്മളിതിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ കാണിക്കുന്ന അതേ കോഡ് തന്നെ അതേപോലെ തന്നെ നമ്മൾ എൻ്റർ ചെയ്യണം, എന്നാലാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ സ്മോള് അതേപോലെ ക്യാപിറ്റൽ ലെറ്റർ എല്ലാം ഉണ്ട്. അപ്പോൾ അതേപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു നമ്പർ വിട്ടിരുന്നു. അപ്പോൾ ആ നമ്പറും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നോക്കുക, നോക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് രജിസ്റ്റർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഓക്കെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോകും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ. OTP മാറാതെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇതിന് പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല, നമുക്ക് കുറച്ച് സമയം ഇതിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇന്ന ടൈമിൽ എൻ്റർ ചെയ്യണമെന്നല്ല. അപ്പോൾ സബ്മിറ്റ് OTP കൊടുക്കുക. OTP കൊടുത്ത ശേഷം സബ്മിറ്റ് OTP കൊടുത്ത് നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറും. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു യൂസർ ID ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്ക് ബാക്ക് ടു ലോഗിൻ എന്നിലേക്ക് പോവാം. ബാക്ക് ടു ലോഗിൻ എന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഇൻ്റർഫേസ് ലോഗിൻ ചെയ്യാൻ വേണ്ടി തുറന്നു വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം നമ്മൾ ബാക്ക് ടു ലോഗിൻ എന്നുള്ള
ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന പോലെ തന്നെ ഇത് തുറന്നു വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തുറന്ന് ഇത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു യൂസർ ഐ ഡി നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ആ യൂസർ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മളൊരു സ്ഥലത്ത് എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം മറന്നു പോകാതിരിക്കാനായിട്ട് നമുക്ക് എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ യൂസർ ഐ ഡി കൊടുത്തു, അതുപോലെ പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇത് കറക്റ്റായിട്ട് തന്നെ അടിക്കണം. 2-3 പ്രാവശ്യം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ 12 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് ബ്ലോക്ക് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് തന്നെ അങ്ങനെ തുറന്നു വരും. അപ്പോൾ നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു. നമ്മുടെ പേരൊക്കെ കാണാം. എന്നിട്ട് നമുക്ക് ഈ സൈഡിൽ കാണുന്ന നമുക്ക് ഷിഫ്റ്റിംഗ്, താരിഫ് ചേഞ്ച്, മീറ്റർ ഷിഫ്റ്റിംഗ് എല്ലാത്തിനും കൂടി ഒരു കോളം കാണാം. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കാണിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ അപ്ലൈ നൗ എന്നുള്ളത് കാണിക്കും. നമ്മുടെ കൺസ്യൂമർ നമ്പറൊക്കെ ഇവിടെ കാണാം. അതുപോലെ ഏത് സെക്ഷനാണെന്നുള്ളതും ഇവിടെ കാണിക്കും കേട്ടോ. ഇവിടെ ലോഡ് ചേഞ്ച്, താരിഫ് ചേഞ്ച്, മീറ്റർ ഷിഫ്റ്റിംഗ് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ അതിൻ്റെ താഴെ അപ്ലൈ നൗ എന്നുള്ളത് കൊടുക്കുക. അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് ചോദിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ റെഡ്യൂസിങ് കണക്ഷൻ ലോഡ് അത് കൊടുക്കണം. അതുപോലെ താരിഫ് നമുക്ക് ചേഞ്ച് ചെയ്യണം. അതുപോലെ മീറ്റർ ഷിഫ്റ്റിംഗ് ചെയ്യണം. അപ്പോൾ ഫേസ് കൺവെർട്ടർ ഇല്ല, നമുക്ക് സിംഗിൾ ഫേസിൽ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തത് എത്രയാണ് ലോഡ് എന്നുള്ളത്. അപ്പോൾ അത് 1000 വാട്ട്സിൻ്റെ താഴെയാണ് ലോഡ് ഉള്ളൂ. അപ്പോൾ നമ്മൾ 1 കിലോവാട്ട് എന്ന് കൊടുക്കണം. അതുപോലെ ഇതിൽ എന്താണ് റീസൺ എന്ന് ചോദിക്കും. ഇപ്പോൾ ഇവിടെ റീസൺ നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസിലേക്ക് മാറ്റുകയാണ് ഉദ്ദേശം. ഇവിടെ കൺസ്ട്രക്ഷൻ എന്നുള്ളത് സെലക്ട് നമ്മൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റീസൺ എന്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇങ്ങനെ കൺസ്ട്രക്ഷൻ കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ടൈപ്പ് എന്താണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ കൺസ്ട്രക്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടുപുറത്ത് കാണിക്കും നമുക്ക് എന്ത് താരിഫിലാണ് ഇത് വേണ്ടതെന്നുള്ളത് കാണിക്കും. ഇവിടെ കൺസ്ട്രക്ഷൻ്റെ താരിഫിലേക്ക് തന്നെ അത് മാറി കിട്ടും കേട്ടോ. പർപ്പസ് കൺസ്ട്രക്ഷനിലേക്ക് തന്നെ മാറി കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്ത ശേഷം കൺഫേം എന്നുള്ളത് കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്തത് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാവുന്ന ഓപ്ഷനാണ് വരുന്നത് കേട്ടോ. ഇവിടെ അവരുടെ ഫുൾ നെയിമൊക്കെ ഇവിടെ മുകളിൽ കാണാം. അക്കൗണ്ട് നമ്പറും അതുപോലെ മറ്റേ കൺസ്യൂമർ നമ്പറൊക്കെ കാണാം. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇനി അടുത്തത് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത് വെച്ചാൽ ഇവിടെ ഞാൻ ആധാർ കാർഡാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ചൂസ് ഫയലിൽ നമ്മൾ ആൾറെഡി സ്കാൻ ചെയ്തിട്ട് ആധാർ കാർഡ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 MB താഴെയുള്ള ഫയലാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് സെലക്ട് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. അടുത്തത് ടെസ്റ്റ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറിന് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ ഫയൽ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ അടുത്ത് ഷോ സ്കെച്ച്, അതായത് നമ്മൾ പ്ലാൻ വരച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മൾ എന്തൊക്കെയാണ് ആ ബോർഡിൽ വെച്ചിരിക്കുന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാൻ നമ്മൾ സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ അടുത്തിൽ സ്കെച്ച് ഷോയിങ് പ്രസൻറ്റ്, അതുപോലെ മീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പകരം നമുക്കൊരു ടാക്സ് റെസിപ്റ്റ് കൊടുത്താലും മതി. അതെന്താണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയില്ല. പിന്നെ ടാക്സ് റെസിപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടാക്സ് സെലക്ട് ചെയ്തു, ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ കൊടുത്തു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം താഴെ കൺഫേം എന്നുള്ള ഒരു പേജ് ഒരു ബട്ടൺ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം ഒരു 50 രൂപ പേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ തുറന്ന് കാണിക്കും. ഇവിടെ പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക. പ്രൊസീഡ് പറഞ്ഞാൽ കൺഫേം റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ തുറന്ന് വരും. അപ്പോൾ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ആ ഫയലിലേക്ക് പോകും കേട്ടോ. ആ ഫയലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും എന്തിനൊക്കെയാണ് ഫീസ് എന്നുള്ളത്. ഇത് ആപ്ലിക്കേഷൻ ഫീസും ഇൻസ്പെക്ഷൻ ഫീസുമാണ്. ഇവിടെ കുറേ നമുക്ക് പേയ്മെന്റ് നടത്താനുള്ള ഓപ്ഷൻ വരും. ഇപ്പോൾ UPI ആണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ UPI ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഗേറ്റ് വേ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. പേ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് ലോഡിങ് ആയി കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു സാധനം തുറന്നു വരും. ഇവിടെ UPI, അതുപോലെ ഗൂഗിൾ പേ, പേടിഎം, മറ്റേ ഫോൺ പേ, അങ്ങനെ കുറേ കാണിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ഇവിടെ ഒരു QR കോഡ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു QR കോഡ് തെളിഞ്ഞു വരും. അപ്പോൾ നമ്മൾ മൊബൈലിൽ QR കോഡ് സ്കാൻ ചെയ്താൽ തന്നെ ഇതിൻ്റെ എമൗണ്ട് അവിടെ വരും. എമൗണ്ട് നമ്മൾ പേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി റീഡിംഗ് ആയി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകട്ടോ. നമ്മൾ സ്കാൻ ചെയ്യാണ് മൊബൈലിൽ നമ്മൾ QR കോഡ് ഓപ്പൺ ചെയ്ത് സ്കാൻ ചെയ്തിട്ട് എമൗണ്ട് ഓക്കെ ആയി കഴിഞ്ഞാൽ ഇതെങ്ങനെ ഒരു ഇന്റർഫേസ് ഓട്ടോമാറ്റിക്കലി ചെയ്യും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രിന്റ് നമുക്ക് എടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അത് കുറച്ച് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ട് 50 രൂപയാണ് അടച്ചിട്ടുണ്ടെന്നുള്ള ഒരു ഇത് കാണിക്കും. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇത് പ്രിന്റ് ചെയ്തെടുക്കാം. പ്രിന്റ് ചെയ്തെടുത്തില്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമറിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് അപ്പോൾ തന്നെ പോയിട്ടുണ്ടാവും കേട്ടോ. നമ്മളിതിങ്ങനെ ക്യാഷ് അടച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രിന്റ് സേവ് ചെയ്ത് വെച്ചിട്ട് കസ്റ്റമറിന് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടത് അവിടെ KSEB നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഇൻസ്പെക്ഷൻ ചെയ്ത ശേഷമാണ് നമുക്ക് ഷിഫ്റ്റിംഗ് ചാർജ് അടയ്ക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അവർ വന്ന് ഇൻസ്പെക്ഷൻ ചെയ്യും. ഇൻസ്പെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഷിഫ്റ്റിംഗ് ചാർജ് അടയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. താങ്ക് യു.